വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു നമ്മൾ. റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ്. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ നിർണായക ഫോൺ സംഭാഷണം റിപ്പോർട്ടർ പുറത്തുവിടുന്നു. കൈക്കൂലി പരാതിയുടെ ദുരൂഹതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ ഫോൺ സംഭാഷണം. പെട്രോൾ പമ്പുടമ പ്രശാന്തിന്റെ പരാതി പ്രകാരം ഒക്ടോബർ 6-ന് കൈക്കൂലി കൊടുത്തു എന്നാണ് പറയുന്നത്. എന്നാൽ ഒക്ടോബർ 7-ാം തീയതി രാത്രി മറ്റൊരു സംരംഭകനുമായി നടത്തുന്ന സംഭാഷണത്തിൽ പ്രശാന്തൻ ഒരിടത്തും കൈക്കൂലിയെക്കുറിച്ച് പറയുന്നില്ല. ADM ഓഫീസിൽ NOCക്ക് വേണ്ടി പോയി പരിചയപ്പെട്ടവർ തമ്മിലുള്ള സംഭാഷണമാണിത്. NOC കിട്ടാത്തതിലുള്ള ആശങ്കയാണ് ഇരുവരും പങ്കുവയ്ക്കുന്നത്. ഇരുവർക്കും പിന്നീട് ADM സ്ഥലം മാറി പോകുന്നതിന് മുൻപ് NOC നൽകുകയും ചെയ്തു. നമുക്ക് ആ സംഭാഷണം ഒന്ന് കേൾക്കാം. വളരെ സുപ്രധാനമായ സംഭാഷണമാണ് റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. ഞാൻ ഇന്ന് രാവിലെ ഓഫീസിൽ വിളിച്ചു. ഓഫീസിൽ വിളിക്കുക ഇനി ഓഫീസിൽ വിളിച്ചെടുത്ത് പറഞ്ഞു വിളിച്ചിട്ട് വന്നാൽ മതി ഉച്ചക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് ഉച്ചക്ക് വിളിച്ചെടുത്ത് പറഞ്ഞു നാളെ വന്നാൽ മതി എന്ന്. നാളെ പോകാൻ പറഞ്ഞു. പറഞ്ഞല്ലേ? നിങ്ങളെന്താ പറഞ്ഞേ? നമ്മൾ ഇന്ന് അവിടെ പോയിട്ടുണ്ടായിരുന്നു. നമ്മളോട് നാളത്തേക്ക് മാറ്റി വെച്ചു. നമ്മുടെ നാളെ വീണ്ടും പോകാൻ പറഞ്ഞു. നാളെ വീണ്ടും പോകാൻ പറഞ്ഞു പറയാൻ കാരണം വെച്ചാല് എന്നാ ഒരു രാവിലെ അയാള് പോവുള്ളൂ. സ്ഥലം മാറി പോകുന്നതിന്റെ പരിപാടി ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ലഞ്ച് അയാളുടെ വകയായിരുന്നു തോന്നുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോ കുറച്ചു നേരം ഞങ്ങള് രാവിലെ കണ്ടു എന്ന് പറഞ്ഞ് പുറത്തിരിക്കുക, നമുക്കൊന്ന് കുറച്ച് കഴിയുമ്പോൾ കാണാന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച വരെ ആളവിടെ ഉണ്ട്. വെള്ളിയാഴ്ച വരെ അവിടെയുണ്ട്. വെള്ളിയാഴ്ച വരെ ഇവിടെയുണ്ട്. ബുധനാഴ്ച പോകുന്നില്ല. വെള്ളിയാഴ്ച വരെ അല്ലേ? നാളെ പോകാനാ പറഞ്ഞത്. പോസിറ്റീവ് ആയിരിക്കോ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. എന്നാണ്ട് ആദ്യമൊക്കെ പോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു മൈൻഡും ചെയ്യാത്ത ഒരാളായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാന്ന് പറയുന്നുണ്ട്. എന്താ ഉദ്ദേശിക്കുന്ന മനസ്സിലായി. ഇനിയിപ്പോ നമ്മള് പൈസക്ക് അങ്ങനെ ആണെങ്കിൽ അതങ്ങനെ വേറെ ഏതെങ്കിലും രീതിയിൽ പറയണ്ടേ? ഫണ്ടിന്റെ കാര്യം എന്തെങ്കിലും അങ്ങനൊന്നും പറയുന്നില്ല പുള്ളി. അങ്ങനെ ആളാന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ നമ്മളോട് അങ്ങനെ പറഞ്ഞ ഒരു രീതിയിലോട്ട് കൊണ്ടുവരും ആള്. അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അല്ല, അങ്ങനെയാണ് നമുക്ക് സൂചന തരണ്ടേ? എന്തെങ്കിലും സൂചന ആയിട്ട് നമുക്ക് മനസ്സിലാക്കി നോക്കാം. ഞാനീ പോയ ദിവസമൊക്കെ ഞാൻ അങ്ങനെ കരുതിയിട്ടാ പോയത്. കരുതിയിട്ടാ പോയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഈ പോലീസുകാരന്റെ ഒരു പ്രശ്നം കൊണ്ട് പറ്റിയതാണ്. എന്ന് വെച്ചാൽ എന്റെ ഒന്നും കഴിഞ്ഞാല് കാശ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അന്ന് വരച്ചു വെച്ചതിന്റെ പ്രശ്നമാണ്. അന്നേരത്തെ ഇലക്ഷൻ സമയല്ലേ? ആ ഇലക്ഷൻ സമയത്ത് വന്ന് കയറിയാണ്. പക്ഷെ അതിനെ ഞാൻ 2-3 പ്രാവശ്യം കാണാൻ ഈ CA ഓഫീസിൽ പോയതാ. 4ാമത്തെ പ്രാവശ്യം ഞാൻ പോയ സമയത്ത് പറഞ്ഞു അത് അയച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു അനുകൂലമാണോ? അനുകൂലമായിട്ടില്ലേ അയച്ചെന്നു. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നോടുമാർ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വലിയ പൈസ റൂമിനും ബാക്കി എല്ലാം റെഡിയാക്കി വെച്ചാ റൂമാരെ NOC കൊടുത്തില്ല. രണ്ടാമത് ഞാൻ വീണ്ടും റിട്ടേൺ അയപ്പിച്ചു. ഇവർ അമ്പിനും ബില്ലും എടുക്കൂല. പോലീസുകാർ അത് പറ്റത്തില്ല. പക്ഷെ ഞാൻ എനക്കൊരു ഇത് വെച്ചാൽ ഇയാളോട് ഞാൻ റിട്ടേൺ അയക്കാൻ പറ്റും, ഇയാൾ അയക്കുന്നില്ല. എനിക്ക് ഇയാൾ റിട്ടേൺ അയപ്പിച്ചിട്ട് എന്ത് ചെയ്തു? അവര് പിന്നെയും ഒരു അമ്പിനും ബില്ലും എടുക്കില്ല. പോലീസുകാർ അതേ റിപ്പോർട്ട് തന്നെ വീണ്ടും അയച്ചു കൊടുത്തു. എനിക്ക് എന്റെ പേരിൽ ഒരു ക്രിമിനൽ കേസ് ഉണ്ടായിരുന്നു നേരത്തെ. അപ്പൊ അതും കൂടെ ചൂണ്ടിക്കാണി ആദ്യം റിപ്പോർട്ട് അയച്ചത്. രണ്ടാമതിൽ എന്റെ ഒഴിവാക്കി. പക്ഷെ എന്റെ പേരിലല്ല ഞാൻ ലൈസൻസിന് അപ്ലൈ ചെയ്തേ. വൈഫിന്റെ പേരില്ല. എനിക്ക് ഞങ്ങള് തമ്മിൽ വേറെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാ. അപ്പൊ എന്നെ ചിലപ്പോ കിട്ടിയ പൂട്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതുകൊണ്ട് ഞാൻ അവിടെ ഇവരിങ്ങനെ വെച്ചു പണി. പക്ഷെ ഇതിന്റെ എക്സ്പ്ലോസീവ് ആക്ടിനകത്ത് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇത്ര ദൂരെ പരിധി പാലിക്കണം എന്നുള്ള ഒരു വ്യവസ്ഥ എവിടെയില്ല. ഒരു പ്രശ്നമില്ല അവിടെ. ഞങ്ങൾക്ക് മേലെ എന്നുള്ള നിർദ്ദേശം ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു സർക്കുലർ ഉണ്ടോന്ന് ചോദിച്ചു സർക്കാരിന്റെ. ഇല്ല, അങ്ങനെയൊന്നുമില്ല, നമുക്ക് വാക്കാലുള്ള സംഭവമാണ്. ഏത് നമ്മളായിട്ട് കുഴപ്പിക്കാന്നുള്ളത് മാത്രം. ഞാൻ നന്നായിട്ട് ഫയർ ചെയ്താൽ ഇവരെ വരച്ചു വരരുത്. ഇവര് ഒന്നും പറ്റാത്ത അവസ്ഥയില്ല അവർ. എന്നിട്ട് പോലും അവർ സമ്മതിക്കാതെ. പക്ഷെ ഇത് കിട്ടിയില്ലെങ്കിൽ വേറെ ഒന്നും നോക്കാനില്ല, അടുത്ത് എന്തെങ്കിലും വഴി വേറെ നോക്കാം. ഞാനിത് ഇത് നമ്മളെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് ദിവാകരൻ എന്ന് പറയുന്നത്, KK ദിവാകരൻ എന്ന് പറയുന്നത്. അവര് വിളിച്ചു. അവര് അത് കൊടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല. പോലീസ് അങ്ങനെ റിപ്പോർട്ട് ചെയ്തപ്പോൾ നമ്മൾ ആ റിപ്പോർട്ട് നോക്കേണ്ട ആവശ്യമില്ല എന്ന് അവര് പറയുന്നുണ്ട്. ആര്? ഈ അയാൾ ADM ആയിരുന്നു. എനിക്കിപ്പോ ഡൗട്ട് എന്താണെന്നറിയാം, നമ്മള് ചെറിയ പൈസ കൊടുക്കുമെന്നുള്ള ഡൗട്ടാണോ എനിക്കിപ്പോ അങ്ങനെ തോന്നുന്നു. അതായത് ഇപ്പൊ നമ്മള് ഒരു 25-50 കൊടുത്തു കളയോ പുള്ളി വിചാരിക്കുന്ന ഇനിയിപ്പോ ലക്ഷൊക്കെയാണോ എന്ന് പറയാൻ പറ്റില്ല. എന്റെ അടുത്ത് നിന്ന് എന്തായാലും എന്റെ ഈ കേസിന് അത് ഉണ്ടാവില്ല എന്ന് ആർക്ക് നന്നായിട്ട് അറിയാം. കാരണം അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ എന്നെ പിടിച്ചു നിർത്തൂല. എന്തെങ്കിലും എന്നോട് പറയും നിനക്ക് തരൂല വിട്ടോന്ന് പറയും, അതല്ലെങ്കിൽ തരുവാന്ന് പറയും. വെച്ചാല് ഞാൻ ഈ സാമ്പത്തികപരമായിട്ട് ഇത്ര റിച്ച് അല്ല എന്നുള്ള കാര്യം അറിയാം. അയാൾക്ക് ഇത് എനിക്ക് തരാണെന്ന് നല്ല ആഗ്രഹമുണ്ട്.
പക്ഷേ ഞാൻ ഇയാളോട് ഞാൻ ഒരു 200 റബ്ബർ മാത്രമേ ഉള്ളൂ, ആ ഡാപ്പിംഗ് ആണ്, വേറെ പരിപാടിയൊന്നുമില്ല. മറ്റേ ഞാൻ ആദ്യം ഗൾഫാരെന്നും പറഞ്ഞായിരുന്നു. ഡയറക്റ്റ് തരൂല, എനക്ക് പറ്റൂല എന്ന് ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ പിന്നെ അയാളെ പുറകെ നമുക്ക് നടക്കണ്ടല്ലോ. ഫയൽ പഠിക്കണം, പഠിച്ചില്ല, പഠിക്കട്ടെ എന്ന് പറയാം. എന്നോട് മിനിങ്ങാന്ന് മാത്രം എന്നോട് പറഞ്ഞു അയാള് ഇത് തരാൻ പറ്റത്തില്ല, കാരണം ഇങ്ങനെയാണ് പ്രശ്നങ്ങളുള്ളത്, അതുകൊണ്ട് എനിക്ക് അന്വേഷണം വന്നു കഴിഞ്ഞാൽ എനിക്കിത് വലിയ പ്രശ്നമായി മാറും എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു, കാരണം സാറ് എന്റെ ഭാഗം ഒന്ന് ചിന്തിച്ചു നോക്കണം, ഞാനില്ല നിരപരാധിയാണ്, പോലീസുകാർ എഴുതിയ ഒരു റിപ്പോർട്ടാണ്. ഇത് പറഞ്ഞിട്ടാ ഞാൻ പറഞ്ഞ സാറൊന്ന് തിരിച്ചയച്ചു കഴിഞ്ഞാൽ ഞാനത് ക്ലിയർ ആക്കിക്കോളാന്ന് പറഞ്ഞു. അപ്പോഴെന്നാ ഈ പുള്ളി എന്നോട് പറഞ്ഞറിയാം, ഈ പുള്ളി സൈറ്റിൽ വന്നിട്ടുണ്ടല്ലേ, അപ്പൊ ഈ പുള്ളി എന്നാ എന്നോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എന്റെ സൈറ്റിൽ പുള്ളി വന്നു. എന്നിട്ട് പുള്ളി എന്നാ പറഞ്ഞു കഴിഞ്ഞാല്, അല്ല അത് ഇനിയിപ്പോ അഥവാ റിപ്പോർട്ട് അത് റെഡിയാക്കി അയച്ചു കഴിഞ്ഞാലും ഞാനും സൈറ്റിൽ വന്നല്ലോ, ഇപ്പൊ ഞാനല്ലേ അന്തിമ ഇത് പറയേണ്ടതെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ കൃത്യമായി പറയാന്നുള്ളൂ. അപ്പൊ പറഞ്ഞല്ല, അതിന് ചെറിയൊരു വളവില്ലേ എന്നിട്ട് ഈ വളവ് ഇത് വളവാണോ, ബാക്കി എല്ലാ പമ്പും എവിടെയുള്ളതെന്ന് നോക്ക്. കുറുമാത്തൂർ ഞാൻ പറഞ്ഞ കുറുമാത്തൂറും തളിപ്പറമ്പിലും അല്ലാതെ ഉള്ള ഒരു പമ്പും ചെറിയൊരു വളവും അല്ലാത്തൊരു സ്ഥലത്ത് പമ്പില്ല. നിങ്ങൾ നോക്കിയോ, നമ്മുടെ റോഡിന്റെ പ്രശ്നമാണത്. ശരിക്കും കഴിഞ്ഞാൽ ഇത് പറയേണ്ടവര് ഇവരൊന്നുമല്ല, ഒന്ന് ടൗൺ പ്ലാനറോ ഇല്ലെങ്കിൽ PWD എഞ്ചിനീയറോ. അതായത് എഞ്ചിനീയർ എന്ന് പറയുന്നത് ഈ ഭാഗം നോക്കുന്നത് അവരാണ്. അവർക്ക് മാത്രമേ ഇത് ഔദ്യോഗികമായിട്ട് ഇത് പറയാനുള്ള വകുപ്പുള്ളൂ. എന്നിട്ട് പുള്ളി ഈ ടൗൺ പ്ലാനിങ്ങിലെ അയാള് ഒരു എഞ്ചിനീയർ സൈറ്റിൽ വന്നു. അയാൾ വന്നിട്ട് പറഞ്ഞു, ഇത് ശ്രീകണ്ഠാപുരത്തു നിന്നും അല്ല, ഇത് ഇരിട്ടിയിൽ നിന്ന് തളിപ്പറമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ബാക്കിയെല്ലാ പമ്പിനും കൊടുക്കാമെങ്കിൽ നിങ്ങളെ പമ്പിന് തിരിഞ്ഞ് കണ്ണും പൂട്ടി തരാം, ഒരു കുഴപ്പമില്ല. ഇയാൾ എന്തുദ്ദേശിച്ചത് തരാത്തെന്ന് ചോദിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, അയാൾ വേറെ എന്തൊക്കെ ഉദ്ദേശിക്കുന്നു? ഞാൻ വന്നാൽ ഞാൻ അറിയില്ല എന്നുള്ളൂ. അപ്പൊ വളക്കേ ഒരു വളവിൽ വലിയ വളവിൽ വളക്കേ പമ്പ് അതിനൊക്കെ ഇത് കൊടുത്തു, കൊടുത്തു. അതിനെതിരെ ഇവര് ഈ ടൗൺ പ്ലാനിങ്ങിലത്തെ അവര് കൊടുക്കാൻ പറ്റില്ല എന്നു. എന്നിട്ട് അവര് ഈ അന്നേരത്തിലെ ADM പെർമിഷൻ കൊടുത്തു. പെർമിഷൻ കൊടുത്തതിനെതിരെ ഇവര് കേസിന് പോയി. അവരിങ്ങനെ പറ്റൂല എന്ന് പറഞ്ഞ് കൊടുത്തോണ്ട് അവർക്ക് നാണക്കേടല്ല ഈ ടൗൺ പ്ലാനിങ്ങിലെ എഞ്ചിനീയർക്ക്. അയാളെ കേസിന് പോയി. അയാളെ കേസിന് പോയിട്ട് ഹൈക്കോടതി വരെ പോയി. ഇയാളെ കയ്യിൽ 2023 ശരിക്ക് ഒക്ടോബറിൽ സാധനം, ഡിസംബർ ആകുമ്പോഴത്തേക്ക് സാധനമൊക്കെ ഇയാളെ കയ്യിൽ വന്നതാണ് 2023. ഒരു കൊല്ലം ഞാനും നിങ്ങൾ ഒരുമിച്ച് പെട്ടെന്ന് കളിക്കാണിത്. ഞാനും നിങ്ങൾ ഒരുമിച്ച് കൊടുത്തത്, ഞാനും ആ ടൈമിലാണ് കൊടുത്തത്. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. TV പ്രസാദ്, പരാതി കൊടുത്തത് 10-ാം തീയതിയാണ്. അതിനു മുൻപുള്ള 2 ദിവസം മുൻപുള്ള സംഭാഷണമാണിത്. കൃത്യമായി പറഞ്ഞാൽ 7-ാം തീയതിയും 8-ാം തീയതിയും ഒക്കെ നടന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ 6-ാം തീയതി കൈക്കൂലി കൊടുത്ത ഒരാൾ ഇങ്ങനെ സുദീർഘമായ ഒരു സംഭാഷണം തനിക്കൊപ്പം ADMന്റെ അടുത്ത് NOCക്കായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു സംരംഭകനോട് നടത്തേണ്ടതുണ്ടോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. ഉറപ്പായും സുജയ, ഇത് പറയുന്നതിന് മുമ്പ് ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞ പ്രേക്ഷകർക്ക് ഒരു സംശയമുണ്ടാകും, എന്താണ് ഈ സംഭാഷണമെന്ന്, ഈ സംഭാഷണത്തിൻ്റെ പ്രസക്തി എന്താണ് എന്നൊരു ചെറിയൊരു സംശയമുണ്ടാകും. അതിലേക്കാണ് സുജയുടെ ചോദ്യം വിരൽ ചൂണ്ടിയിരിക്കുന്നത്. അതായത് ഈ പറയുന്ന പെട്രോൾ പമ്പ് ഉടമ പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന പരാതി, ആ പരാതിയുടെ തീയതി ഈ മാസം 10-ാം തീയതിയാണ്. അതായത് ഒക്ടോബർ മാസം 10-ാം തീയതിയാണ് ആ പരാതിയിലെ ഡേറ്റായി ഉള്ളത്. ആ പരാതിയിൽ പറയുന്നത് എന്താ? ആ പരാതിയിൽ പറയുന്നത് ഒക്ടോബർ മാസം 6-ാം തീയതി ഞായറാഴ്ച ദിവസം ക്വാർട്ടേഴ്സിലേക്ക് തന്നെ വിളിച്ചു വരുത്തി ഈ പറയുന്ന 98,500 രൂപ കൊടുത്തു എന്നുള്ളതാണ് ആ പരാതിയിൽ പറയുന്നത്. അതായത് ഒക്ടോബർ മാസം 6-ാം തീയതി. ഈ സംഭാഷണം നടക്കുന്നത് ഒക്ടോബർ മാസം 7-ാം തീയതി, അതായത് ഈ കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസം രാത്രി 8:27 ഈ 2 സംരംഭകർ തമ്മിൽ സംസാരിക്കുന്നത്. ഒരു സംശയം കൂടി ബാക്കിയുണ്ടാവും, എങ്ങനെയാണ് ഈ 2 സംരംഭകർ ഒത്തുചേർന്നത്, ഇവരെങ്ങനെയാണ് സുഹൃത്തുക്കളായത്, ഇവരെങ്ങനെയാണ് ഇത് സംസാരിച്ചത് എന്നുള്ളതാണ്. അതായത് 2023 ഒക്ടോബറിലാണ്, അതായത് 10-ാം മാസമാണ് ഇവരുടെ NOCക്ക് വേണ്ടിയുള്ള അപേക്ഷ അവിടെ എത്തുന്നത്. പ്രശാന്തനെ പോലെ മറ്റൊരു സംരംഭത്തിൻ്റെ അപേക്ഷയും ഏതാണ്ട് അതേ സമയം വരുന്നു. പലപ്പോഴും ഈ സംരംഭകനും ഭാര്യയും ചേർന്നാണ് വരുന്നത്, പ്രശാന്തനും വരും. അങ്ങനെ നിരന്തരം വന്ന് ഇവരൊരു സൗഹൃദത്തിലാവുകയും പിന്നീട് അങ്ങോട്ടേക്ക് NOC കിട്ടാത്ത ആശങ്ക പങ്കുവയ്ക്കുകയുമാണ്.
ഈ സംഭാഷണം സുജയ ശ്രദ്ധിച്ച് കേട്ടാൽ, തുടക്കം മുതൽ അവസാനം വരെ കേട്ടാൽ പ്രശാന്തൻ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ NOC വൈകുന്നതെന്ന്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി പ്രശാന്തൻ തന്നെ പറയുന്നത് പോലീസ് റിപ്പോർട്ട് വൈകി എന്നുള്ളതാണ്. പെട്രോൾ പമ്പിന് NOC അനുവദിക്കുന്നത് ADM ആണെങ്കിൽ പോലും സുജയ 5 വകുപ്പുകളിൽ നിന്നുള്ള റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ, ആ 5ഉം അനുകൂലമായാൽ മാത്രമേ സൈറ്റ് വിസിറ്റിന് ശേഷം ADMന് NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അനുവദിക്കാൻ പറ്റൂ. ഇവരുടെ കേസിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൊടുത്തു, പക്ഷേ പോലീസ് കൊടുത്തില്ല. പോലീസ് കൊടുക്കാതിരിക്കാനുള്ള കാരണം, ഒരു വാഹനം നിർത്തുമ്പോൾ മറ്റൊരു വാഹനത്തിന് പെട്ടെന്ന് കാണാൻ കഴിയുന്ന ഒരു ദൂരപരിധിയുണ്ട്. ആ ദൂരപരിധി ക്ലിയർ അല്ല എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ റിപ്പോർട്ട്. അങ്ങനെ പോലീസ് റിപ്പോർട്ട് കൊടുത്താൽ പിന്നെ ചെയ്യേണ്ട നിയമ നടപടി എന്നുള്ളത് അത് ടൗൺ പ്ലാനർക്കും PWDക്കും അയക്കുക എന്നുള്ളതാണ്. ഈ കാര്യവും പ്രശാന്ത് വ്യക്തമായി സംഭാഷണത്തിൽ പറയുന്നുണ്ട്. ടൗൺ പ്ലാനർ ഒരു തവണ ഇത് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടും മറ്റൊരു ADM NOC കൊടുത്തു. ആ ADMനെതിരെ ഹൈക്കോടതിയിൽ പോയിരിക്കുകയാണെന്ന് പറയുന്നതും പ്രശാന്തനാണ്. സുജയ, ഒക്ടോബർ 6-ാം തീയതി കൈക്കൂലി കൊടുത്തിരുന്നുവെങ്കിൽ ഒക്ടോബർ 7-ന് രാത്രി 8:27 നടത്തിയ ഈ ഫോൺ സംഭാഷണത്തിൽ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല, വ്യക്തമായി പറയുകയാണ്. 11 മിനിറ്റോളം നീളുന്ന ഫോൺ സംഭാഷണം നടക്കുന്നത് ഒക്ടോബർ മാസം 7-ാം തീയതിയാണ്. ഒക്ടോബർ 6-ന് താൻ ക്വാർട്ടേഴ്സിൽ പോയി പണം കൊടുത്തു എന്ന് മുഖ്യമന്ത്രിക്ക് പരാതി എഴുതി കൊടുത്ത പ്രശാന്തൻ ഒക്ടോബർ 7-ാം തീയതി പറയുന്നു ഇയാൾ ഇനി കാശ് വല്ലതും ഉദ്ദേശിച്ചിട്ടായിരിക്കുമോ എന്നൊക്കെയുള്ള ആശങ്കകളാണ് പങ്കുവയ്ക്കുന്നത്. പണം കൊടുത്ത് ഡീൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു സംരംഭകനുമായി ഇതുപോലെ സംസാരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്ന ചോദ്യം ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ പ്രസാദ്, ഈ വിഷയത്തിൽ ഈ മറ്റ് വഴികളിലൂടെ ഇയാൾ പോയിട്ടുണ്ട്. ഒരു വർഷമായി, അതായത് 2023 നവംബറിൽ ഈ കാര്യം കയ്യിൽ കിട്ടിയതാണ്. അപ്പോൾ 6 മാസമായല്ല, ഏകദേശം ഒരു വർഷമായി ഇക്കാര്യത്തിൽ ഈ വളവുള്ള വഴിയിൽ പമ്പ് അനുവദിക്കാൻ കഴിയില്ല എന്ന സൈറ്റ് സന്ദർശിച്ച് തീരുമാനിച്ചിരുന്ന ADM പോകുന്നതിന് മുൻപ് ഈ അനുമതി അങ്ങ് കൊടുത്തതാണ്. ഈ രണ്ടാമതായി സംസാരിക്കുന്ന സംരംഭകന്, അതായത് പരാതിക്കാരനായ പ്രശാന്തനുമായി സംസാരിക്കുന്ന സംരംഭകന് 1 രൂപ പോലും കൊടുക്കാതെ അയാൾ ആവശ്യപ്പെട്ട NOC കിട്ടിയിട്ടുമില്ലേ പ്രസാദ്? അതെ, അതിലേക്കാണ് ഞാൻ വരുന്നത് സുജി. അതായത് ഇപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ കരുതും എന്തുകൊണ്ടാണ് ആ സംരംഭകൻ ഈ ശബ്ദ സംഭാഷണം പുറത്തുവിട്ടതെന്ന്. ആ ശബ്ദ സംഭാഷണം പുറത്തുവിട്ട ആളുടെ ഐഡൻറ്റിറ്റി നമുക്ക് പുറത്തുവിടാൻ കഴിയില്ല. കാരണം അതിൽ അവരുടെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകുമെന്ന നല്ല ബോധ്യം നമുക്കുള്ളത് കൊണ്ടാണ് അത് പുറത്തുവിടാത്തത്. അത് അവർ നമുക്ക് തന്ന് ഇത് പ്രേക്ഷകരെ കേൾപ്പിക്കാനുള്ള ഒരു കാരണമുണ്ട് സുജിയ. കാരണം ഈ പറയുന്ന കാലയളവെല്ലാം നടന്ന് നവീൻ ബാബു ഏറ്റവും അവസാനം യാത്രയപ്പ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ്, കണ്ണൂരിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഏറ്റവും അവസാനം ഒപ്പിട്ട് കൊടുത്ത ഫയൽ ഈ പറയുന്ന രണ്ടാമത്തെ സംരംഭകൻ്റെയാണ്. 1 രൂപ കൈക്കൂലി വാങ്ങിച്ചില്ല, 1 രൂപ കൈക്കൂലി ചോദിച്ചതുമില്ല. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന പരിധികളെല്ലാം പഠിച്ചുകൊണ്ട് അവസാനം NOC കൊടുത്തിട്ടാണ് അദ്ദേഹം പോയത്. ഇതേ പെട്രോൾ പമ്പുകാരനും കൊടുത്തു സുജയ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി നമുക്ക് വരുന്ന മണിക്കൂറിൽ ഈ ഫയലിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ അതിന് പോകാം. ഒക്ടോബർ 7-ന് ഈ ശബ്ദ സംഭാഷണം രാത്രി നടക്കുന്നതിൻ്റെ 1.5 മണിക്കൂർ മുമ്പ് തന്നെ ഈ ADM അദ്ദേഹത്തിൻ്റെ NOC ഫയലിൽ ഒപ്പുവെച്ചിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ മാസം 7-ാം തീയതി വൈകിട്ട് 6:30-ക്ക് പ്രശാന്തിൻ്റെ NOC സൈൻ ചെയ്തിരുന്നു. പക്ഷേ അത് പ്രശാന്തിനോ പുറം ലോകമോ അറിയുന്നില്ല. 8-ാം തീയതിയാണ് പ്രശാന്തിന് NOC കിട്ടുന്നത്. സുജയ, ഞാൻ പറഞ്ഞു വന്നത്, സുജയ നേരത്തെ ചോദ്യത്തിലുണ്ട്, അതിലുണ്ട് എല്ലാ ഉത്തരവും. കാരണം 1 വർഷത്തോളം NOCക്ക് വേണ്ടി നടന്ന ഒരാൾ ഒക്ടോബർ 6-ാം തീയതി കൈക്കൂലി കൊടുത്തിരുന്നുവെങ്കിൽ ഒക്ടോബർ 7-ാം തീയതി രാത്രി മറ്റൊരു സംരംഭകനോട് ഇത്ര വിശദമായി ഈ ADMനെ കുറിച്ചും പോലീസിനെതിരായും അതിൻ്റെ നടപടികളെക്കുറിച്ചും കിട്ടാൻ ഉണ്ടായ പാടിനെ കുറിച്ചും ബുദ്ധിമുട്ടിനെ കുറിച്ചും സംസാരിക്കുമോ എന്ന ഒരു സാമാന്യ ചോദ്യമുണ്ട്.